പിതാവിനെ ദാനം ചെയ്ത നല്ല ദൈവമേ, അവിടുത്തേക്ക് ആരാധന. തമ്പുരാനെ പെറ്റ അമ്മച്ചി എന്ന് മാറിവാനീസ് പിതാവ് വിളിച്ച് ആദരിച്ചു പോകുന്ന പരിശുദ്ധ മാതാവേ, അവിടുത്തേക്ക് സ്തുതി. കഴിഞ്ഞ വർഷം എന്ന പോലെ ഇക്കൊല്ലവും വലിയ പിതാവിന്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വിശുദ്ധ ബലിയർപ്പണത്തിന് ശേഷമുള്ള ഈ ഹ്രസ്വമായ നിമിഷങ്ങളിൽ വന്ധ്യപിതാവിനെ അനുസ്മരിക്കുവാൻ ഈ അവസരം സഫലമായി ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛ, മാറിവാനീസ് പിതാവിന്റെ മാനസപുത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന ബഥനി സന്യാസിനി സമൂഹത്തിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മലങ്കരയുടെ മൂത്ത പുത്രി എന്ന് മാറിവാനീസ് പിതാവ് വിശേഷിപ്പിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട ഇടവകയിലെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, കഴിഞ്ഞ 73 വർഷങ്ങളായി വലിയ പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ നമ്മൾ ഒന്നാകെ സഭയാകമാനമായി ഏറ്റവും ഭക്തി പുരസരം ആചരിച്ച മാസം 10-ാം തീയതി പെരുന്നാട്ടിൽ നിന്ന്, അതായത് വന്ധ്യപിതാവ് 11 വർഷം തപസ് തോറ്റ മുണ്ടൻമലയുടെ ഓരത്ത് നിന്ന് സമാരംഭിക്കുന്ന ഒരു തീർത്ഥാടന പദയാത്ര, അത് 14-ാം തീയതി പട്ടത്ത് സമ്മേളിക്കുകയും അവിടെ അന്ന് സന്ധ്യയിൽ ഭക്തി നിർഭരമായ ഒരു മെഴുകുതിരി പ്രദക്ഷിണ നേർച്ച നടത്തുകയും പിറ്റേന്ന് പ്രഭാതത്തിൽ വന്ധ്യപിതാവിന്റെ ഖബറിന് തൊട്ടു മുകളിലായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധ അൾത്താരയിൽ നമ്മുടെ സകല പിതാക്കന്മാരും ഒന്നടങ്കം അണിചേർന്ന് ഓർമ്മ കുർബാന അർപ്പിക്കുകയും തുടർന്ന് അനുസ്മരണ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുകയും തുടർന്ന് ഖബറിങ്കൽ ധൂപാർച്ചന ചെയ്യുകയും നേർച്ച വിതരണം ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി വന്ധ്യപിതാവിനെ നമ്മൾ സമുചിതമായിട്ട് ഓരോ വർഷവും അനുസ്മരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഇനം എന്ന് പറയുന്നത് ഒരു ഭക്തി നിർഭരമായ ഒരു തീർത്ഥാടന പദയാത്രയാണ്. ഈ തീർത്ഥാടന പദയാത്ര 71 വർഷം ദീർഘിച്ച വന്ധ്യപിതാവിന്റെ ജീവിതമാകുന്ന ത്യാഗസുരഭിലമായ ജീവിതത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ്, ഒരു പ്രതീകമാണ്, ഒരു ചെറു പതിപ്പാണ് എന്നുള്ളതാണ് സത്യം. യാത്രകളെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, വഴികളെ കുറിച്ച് തമ്പുരാൻ പറയുന്നുണ്ട്. വീതി കുറഞ്ഞ വഴി, ഇടുക്കു വഴി, ഞെരുക്കമുള്ള വഴി, തീർത്ഥാടനത്തിന്റെ വഴി, സഹനത്തിൻ്റെതായ വഴി, ഇതാണ് രക്ഷയുടെ മാർഗം എന്ന് തമ്പുരാൻ കർത്താവ് കാട്ടിത്തരുന്ന പ്രകാരം തന്നെ തന്റെ ജീവിതത്തെ അങ്ങനെ സഹനപൂർണ്ണമാക്കുവാൻ, തന്റെ മക്കൾക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ വന്ധ്യപിതാവ് തന്റെ ജീവിതത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ വിനോദയാത്ര, തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, പക്ഷെ നിലവിപ്രകം എവിടെയപ്പ? അപ്പോൾ പിതാവ് പറയുകയാണ്, അബ്രഹാം പിതാവ് പറയുകയാണ്, മകനെ, ദൈവം മുണ്ടൻമല വിട്ട് 18 ഭിക്ഷാന്തേക്കികളുമായി താഴ്വാരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച തന്റെ ശിഷ്യന്മാർ ചോദിച്ചു, പിതാവേ, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ പറഞ്ഞ മറുപടി ഇതാണ്, മകനെ, ദൈവം നോക്കിക്കൊള്ളും. അപ്പോൾ അബ്രഹാം പിതാവ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്ത് അനുഗ്രഹമാണ് അവിടെ കിട്ടിയെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. അവർ ഒരുമിച്ച് മുന്നോട്ട് പോയി എന്നാണ് കാണുന്നത്. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ പരിപൂർണമായി മാറിവാനീസ് പിതാവ് തന്റെ ജീവിതത്തെ സമർപ്പിച്ചതുകൊണ്ട് അവർ ഒരുമിച്ച് മുന്നോട്ട് പോയി. ഐക്യത്തിന്റെ, പുനരൈക്യത്തിന്റെ ഒരുമിച്ചുള്ള ഒരു വഴി നടത്തത്തിന് പിതാവിന് കാരണമായി തീർന്നത് ഈ തമ്പുരാനിലുള്ള സമ്പൂർണമായ സമർപ്പണമാണ്. നമ്മളൊരു പഴയ ക്രിസ്ത്യൻ ഭക്തിഗാനത്തിൽ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലെ അല്ല, വിധിച്ചുകൊണ്ടവർ നടത്തിയ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ പരിണിതഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യവും സ്വച്ഛതയും. രണ്ടാമത് നമ്മൾ മോശയെ കാണുന്നു. അഭിനവ മോശ എന്ന മലങ്കരയുടെ മോശ എന്നുമാണ് മാറിവാനീസ് പിതാവ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ മോശ 40 സംവത്സരങ്ങൾ കൊണ്ട് തന്റെ ജനത്തെ നയിച്ചുകൊണ്ട് പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോവുകയാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നിട്ടും കർത്താവ് ചോദിക്കുക അവരോട്, നിങ്ങളുടെ ചെരുപ്പുകൾ
പിതാവാകുന്ന അഭിനവ മോശയുടെ നേതൃത്വത്തിൽ അന്ന് പാലും തേൻ ഒഴുകുന്ന കാനാനിലേക്ക് മോശയ്ക്ക് തന്റെ ജനത്തെ നയിക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് നാം അനുഭവിക്കുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ എന്ന് പറയുന്ന ഈ പാലും തേൻ ഒഴുകുന്ന കാനാനിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ പിതാവിന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. മറിയമ്മ ഈ സഹന തീർത്ഥാടനത്തിന്റെ പരിണത ഫലം എത്രയോ അത്ഭുതകരമായ വളർച്ചയാണ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളതെന്നാണ്. അതിശയകരമായ വളർച്ച. ലോകത്ത് നിന്നുള്ള 24 റീത്തുകളിൽ ഏറ്റവും വേഗതയിൽ വളരുന്ന സഭ മലങ്കര കത്തോലിക്ക സഭയാണെന്ന് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനിയുടെ തിരുനാമം പ്രകീർത്തിക്കപ്പെടുവാൻ തക്ക വിധത്തിൽ നമ്മെ ദൈവം ഉയർത്തി എന്നുള്ളതാണ് സത്യം. ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം 96 സംവത്സരങ്ങൾ എന്ന് പറയുന്നത് ഹ്രസ്വമായ ഒരു കാലഘട്ടമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയൊരു കാലഘട്ടമായിരിക്കാം, പക്ഷെ സഭയെ സംബന്ധിച്ച് ചെറിയൊരു കാലഘട്ടം. പക്ഷേ ഈ ചെറിയ കാലഘട്ടത്തിനുള്ളിൽ സഭയുടെ മേൽ, ശിരസിന് മേൽ പരിശുദ്ധാത്മാവ് വർഷിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒട്ടും ചെറുതല്ല എന്ന് മാത്രമല്ല, സകലർക്കും അസൂയാത്മകമായ തരത്തിൽ നമുക്ക് നന്മകൾ കൊണ്ട് നാം നിറയ്ക്കപ്പെടുകയായിരുന്നു. മറിയം പിതാവിന്റെ ജീവിതത്തെ പിതാവ് തന്നെ സുഖോന്മുഖമാക്കി ദൈവോന്മുഖമാക്കി ക്രമീകരിച്ചതിന്റെ ഫലമാണല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നാം ഈ ഓർമ്മ പെരുന്നാള് ഇങ്ങനെ ആചരിക്കുന്നത്. പിതാവിന്റെ ജീവിതത്തിൽ പിതാവ് ഭൗതികമായ കാര്യങ്ങളിൽ എനിക്ക് മതി എന്ന് പറയുകയും ആത്മീയ കാര്യങ്ങളിൽ എനിക്ക് പോരാ എന്ന് പറയുകയും ചെയ്യുന്ന പിതാവായിരുന്നു. നമ്മൾ പുതിയ നിയമത്തിൽ ഒരു ധനിക യുവാവിനെ കാണുന്നുണ്ടല്ലോ. കർത്താവിന്റെ സന്നിധിയിൽ ചെന്നുകൊണ്ട് ധനിക യുവാവ് പറയുകയാണ്, എനിക്ക് നിത്യരക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? കർത്താവ് പറയുകയാണ്, നിനക്ക് ഒത്തിരി സ്വത്തുണ്ട്, അതാണ് നിന്റെ കുറവ്, നീ അതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ നീ രക്ഷ കണ്ടെത്തും. അവൻ ദുഃഖിതനായി മടങ്ങിപ്പോയി എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ മലങ്കരയിലെ ഈ ധനികനായ ഈ യുവാവ് പി.ടി. ഗീവർഗീസ് എം.എ. എന്ന് പറയുന്ന യുവാവ് തമ്പുരാന്റെ കാലത്തിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കും നിത്യരക്ഷ വേണം. തമ്പുരാൻ ഇന്ന് തന്നെ മറുപടി പറഞ്ഞു, അവൻ സകലതും ഉപേക്ഷിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ് സത്യം. ഇത് വിവേകമുള്ളവർക്ക്, മതിമാന്മാർക്ക്, ബുദ്ധിമാന്മാർക്ക് മാത്രമേ സാധ്യമാകൂ എന്നാണ് സുവിശേഷം പറയുന്നത്. അതായത് നിധി പറഞ്ഞു കിടക്കുന്ന വയറ് വാങ്ങാൻ മതിമാൻ, ബുദ്ധിമാൻ സകലതും ഉപേക്ഷിക്കുമെന്നുള്ളതാണ്. മനുഷ്യനെ സ്വരം കൂട്ടി വെച്ചതല്ല, എന്തെല്ലാമാണെന്ന് വിവരിക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മലങ്കരയിലെ ആദ്യത്തെ എം.എ. നേടിയ അച്ഛനായിരുന്നു, എം.എ. അച്ഛനായിരുന്നു. വലിയ പ്രതാപിയുടെ ഒരു മകനായിട്ടാണ് ജനിക്കുന്നത്. 150 വർഷം പഴക്കമുള്ള പിതാവ് ജനിച്ച വീട് തന്നെയാണ് ഇപ്പോഴും മാവേലിക്കര ഭദ്രാസനത്തിൽ നിലകൊള്ളുന്നത്. അന്നത്തെ ഒരു കൊട്ടാരമായിരുന്നത്. മുണ്ടൻമലയിൽ പിതാവ് വാങ്ങിച്ച 400 ഏക്കറിൽ 100 ഏക്കർ മാത്രമാണ് സി.ജെ. ജോൺ വക്കീൽ എന്ന തന്റെ സുഹൃത്ത് ഫ്രീ ആയിട്ട് കൊടുത്തത്. ബാക്കി വരുന്ന 300 ഏക്കറും പിതാവ് സ്വന്തം വീട്ടിൽ അപ്പൻ ചെട്ടി പിടിച്ച പണം കൊണ്ട് വാങ്ങിച്ച സ്വത്തുക്കളാണ്. പിന്നീട് പിതാവ് പ്രൊഫസറായി, പ്രിൻസിപ്പലായിരുന്നു. പിന്നീട് യൂറോപ്പിൽ 1932 പോകുമ്പോൾ ലോകത്തിലെ വമ്പന്മാരെ ഉൾപ്പെടെ, അയർലൻഡിന്റെ കിരീടം വെക്കാത്ത രാജാവ് ഉൾപ്പെടെ പിതാവിന്റെ മുമ്പിൽ കാൽക്കൽ വീഴുകയാണ്. ഒട്ടുകുത്തി പിതാവിനെ കരം ചുംബിക്കുന്നു നമ്മൾ കാണുന്നു. 1948 അമേരിക്ക സന്ദർശിക്കുമ്പോൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിക്കാൻ ഉത്തരവിട്ട ട്രൂമാൻ, അമേരിക്കൻ പ്രസിഡന്റ്, പിതാവിന് വേണ്ടി സമയം 1 മണിക്കൂർ നീട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്, സംഭാഷണത്തിൽ ആകർഷകമായിട്ട്. അപ്പോൾ അങ്ങനെ ലോക നേതാക്കന്മാരുടെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഈ ഒരു വലിയ മനുഷ്യൻ തന്റെ സകലതും ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുമല്ലോ, എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും, എനിക്ക് യേശു മാത്രം സമ്പത്താകുന്നു. ഈ ഒരു ആധ്യാത്മികതയുടെ സന്യാസത്തിന്റെ പരകോടിയിൽ വിരാജിച്ചിരുന്ന, ഏതാണ്ട് അസീസിയിലെ ഫ്രാൻസിസിനെ പോലെ ആത്മീയതയുടെ ഉന്മാദത്തിൽ നിറഞ്ഞു തുള്ളിയിരുന്ന ഒരു ജീവിതമായിരുന്നു പിതാവിൻ്റെത് എന്നുള്ളതാണ്. ദൈവസേവനത്തെക്കാൾ ദൈവസമ്പാദനം ശ്രേഷ്ഠം. പിതാവിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വാക്യമാണ്. എന്താ അതിനർത്ഥം? ദൈവസേവനം, ദൈവസമ്പാദനം. സേവനം ചെയ്യുക എന്ന് പറയുമ്പോൾ, നമ്മളൊരു സർവീസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കതിന്റെ വരുമാനം ഇങ്ങോട്ട് കിട്ടും, പ്രതിഫലമുണ്ട്. പക്ഷേ ദൈവത്തെ സമ്പാദിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും വിലപ്പെട്ടത് ദൈവമാണ്. ആ ദൈവത്തെ സമ്പാദിക്കുവാൻ തന്റെ കയ്യിലുള്ളത് മുഴുവനും വിനിയോഗിക്കണം എന്നുള്ളതാണ്. ഈ ഒരു ദർശനത്തോടു കൂടിയാണ് പിതാവ് ജീവിച്ചിരുന്നത്. നിരന്തരമായ പ്രാർത്ഥനയുടെ വക്താവ്. നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ഈ വേദപുസ്തക വാക്യങ്ങൾ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ തന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയവനായിരുന്നു പിതാവ്. ഒരു 5 വയസ്സുള്ളപ്പോൾ കുടിപ്പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോഴും ഈ വീട്ടിൽ നിന്ന് ഒരു താക്കോൽ അവൻ പോക്കറ്റിൽ കൊണ്ടുപോകുമായിരുന്നു. ആ താക്കോല് പുതിയകാവ്
സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ താക്കോലാണ്. ഈ കുടുംബത്തിലാണ്, പണിക്കർ വീട്ടിലാണ് താക്കോൽ സൂക്ഷിച്ചിരുന്നത്. ഈ കുഞ്ഞ് കുടിപ്പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോൾ ഈ താക്കോൽ പോക്കറ്റിലുകൊണ്ട് പോകുന്നത് എന്തിനാണ്? ഈ പള്ളിയുടെ അടുത്തുകൂടെയാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഈ കുഞ്ഞ് ആ പള്ളിയിൽ ഈ താക്കോൽ കൊണ്ട് പള്ളി തുറന്ന് ഒറ്റയ്ക്ക് ഈ 5-6 വയസ്സുള്ള കുഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എന്നുള്ളതാണ്. പുലിക്കോട്ടിൽ തിരുമേനി 15 വയസ്സുള്ള ഈ ബാലനെ കോട്ടയത്ത് സെമിനാരി പഠനത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ സെമിനാരിയിൽ ചെന്ന് ആദ്യം കിട്ടുന്ന ഈ പി.ടി. ഗിവർഗീസിന് കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് ഈ ചാപ്പലിന്റെ സൂക്ഷിപ്പുകാരെന്നുള്ളതാണ്. കർത്താവിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ ചാപ്പൽ തൂത്ത് തുടച്ച് വെടിപ്പാക്കി ഇടുവാനുള്ള ആ ജോലി, ഉത്തരവാദിത്വമാണ് അവന് ലഭിച്ചിരുന്നത് എന്നുള്ളതാണ്. പിതാവ് പ്രാർത്ഥിക്കുന്നത്, പിതാവ് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് നെഞ്ചത്താഞ്ഞടിച്ചുകൊണ്ടാണ്. കർത്താവേ കരുണയായിരിക്കണമേ എന്ന് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ ചൊല്ലുമ്പോൾ പിതാവ് നെഞ്ച് തകർന്നു പോകുന്ന വിധത്തിൽ ആഞ്ഞ് മുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. പ്രായമായവർക്കൊക്കെ അറിയാം. ഈ ദേവാലയത്തിൽ, ഇവിടുത്തെ പൂർവ്വ ദേവാലയത്തിൽ നിന്ന് പിതാവ് കരഞ്ഞ് എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്, എത്രയോ വിശുദ്ധ ബലി അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ ഫിലിപ്പോസ് ജഡ്ജിയുടെ ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യമാണ്. പാതിരാത്രി കഴിഞ്ഞു, രാത്രി 2 മണിയായി. എന്തോ ശബ്ദം കേട്ടിട്ട് ഫിലിപ്പോസ് ജഡ്ജി ഞെട്ടി ഉണരുകയാണ്. എവിടുന്നാണ് ഈ ശബ്ദം? നോക്കുമ്പോൾ തൊട്ടടുത്ത് മറിയാനിസ്താവിന്റെ മുറിയാണ്. അവിടെ ചെറിയ ഒരു റാന്തലിന്റെ വെട്ടമുണ്ട്. പിതാവ് ഉറങ്ങിയോ, പിതാവിന് എന്തെങ്കിലും അപകടം പറ്റിയോ എന്ന് അറിയാനായിട്ട് ഈ താക്കോൽ പഴുതിലൂടെ ഫിലിപ്പോസ് ജഡ്ജി ഈ മുറിക്കുള്ളിലേക്ക് നോക്കുമ്പോൾ പിതാവ് രാത്രി 2 മണിക്ക് സാഷ്ടാംഗം വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഇടയ്ക്കിടയ്ക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയും കരങ്ങൾ ഉയർത്തത്തിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും മുഷ്ടി ചുരുട്ടി നെഞ്ചിലേക്ക് അടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയുമാണ്. ഒരിക്കൽ ദേവോസ് പിതാവ് ഇങ്ങനെ നെഞ്ചത്തടിക്കുന്നതുകൊണ്ടാണ് പിതാവ് അങ്ങനെ ചെയ്ത് കണ്ടിട്ട് പിതാവ് തിരിഞ്ഞു ചോദിച്ചു, എന്താണ് ചെയ്യുന്നത്? പിതാവ് ചെയ്യുന്നത് കണ്ടിട്ടാണ്. പിതാവ് പറയുകയാണ്, വേണ്ട, നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാൻ വിളിച്ചുകൊള്ളാം, ഞാൻ സ്നേഹിച്ചുകൊള്ളാം. ഈ യാത്രകൾ മുഴുവൻ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. മുണ്ടന്മല എന്ന് പറയുന്നത് ഒരു ത്യാഗത്തിന്റെ, ഒരു സന്യാസത്തിന്റെ പരമോടിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവിടെ പ്രത്യേകിച്ച് ഈ 50 നോമ്പിന്റെ ദിവസങ്ങളിൽ ആശാഴ്ചയില് പിതാവിന്റെ ആശാ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ഈ മധ്യനിർവാഹങ്ങളുടെ ഭാഗത്തു നിന്നും നാനാജാതി മതസ്ഥരായ ആളുകൾ അവിടെ കടന്നു ചെല്ലുമായിരുന്നു. അപ്പോൾ പിതാവ് കുരിശുതോടിലേക്ക് മുന്നിൽ പോകുമ്പോൾ യെരുശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് കേഴേണ്ട എന്ന് എന്ന പ്രാർത്ഥന കേൾക്കുമ്പോൾ ആ ജനം പറയുകയാണ്, ഇത് മുണ്ടന്മലയല്ല, ഇത് കാകുൽത്താമലയാണ്. ഈ മുന്നിൽ പോകുന്നത് മാറിവാനി തിരുമേനിയല്ല, അത് കർത്താവ് യേശുമിശിഹ തന്നെയാണ് എന്നുള്ളതാണ്. പിതാവിന്റെ ആ ഒരു ആഭിമുഖ്യം തമ്പുരാനോട് പൂർണ്ണമായും ലയിച്ചു ചേരുക എന്നുള്ളതാണ്. അല്ലാതെ മനുഷ്യനൊന്ന് ദൈവമൊന്ന് എന്നുള്ള വേർപാടില്ല, ഒരു ദൈവ മനുഷ്യനായി തീരുക എന്നുള്ളതാണ്. നമ്മൾ പ്രഭാതത്തിലെ പ്രാർത്ഥനയിൽ മറിവാനി സുത്താവ് എഴുതിയ പ്രാർത്ഥനയാണ് നമ്മൾ പറയുന്നത്. തമ്പുരാനെ, നീ എന്റെ മുമ്പിലും പിമ്പിലും മീറയും താഴെയും എന്റെ ഉള്ളിലും എന്റെ വശങ്ങളിലുമായിരുന്ന് എന്നെ സംരക്ഷിക്കുകയും പുണ്യപ്പെടുത്തുകയും ചെയ്യണമെന്ന്. ഒരിടവും ബാക്കി കൊടുക്കുന്നില്ല. നീ എന്റെ മുകളിലിരിക്കണം, താഴെ ഇരിക്കണം, എന്റെ ഇടത്തിരിക്കണം, വലത്തിരിക്കണം, എന്റെ ഉള്ളിലിരിക്കണം, എന്റെ വശങ്ങളിലിരിക്കണം. എവിടേക്കിരുന്ന് നീ എന്നെ അനങ്ങാൻ സമ്മതിക്കരുത്. അനങ്ങണമെങ്കിൽ തമ്പുരാൻ കർത്താവ് വിചാരിക്കണം. അങ്ങനെ പൂർണ്ണമായും തമ്പുരാന്റെ കരങ്ങളിൽ തന്റെ ജീവിതത്തെ വിട്ടുകൊടുത്ത ഒരു പിതാവാണ് മറിവാനി തിരുമേനി എന്നാണ് നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെ പിതാവ് മറ്റൊരു സമുദായത്തിൽ ആണ് ധാരാളം വർഷം, 48 വർഷം ജീവിച്ചത് എന്ന് ഓർക്കണം. അവിടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയില്ല. അങ്ങനെ യാക്കോബായ സഭ വിശ്വാസി ആയിരുന്നപ്പോൾ പോലും എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്ന് കരുതിക്കൊണ്ടാണ് ബഥനി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. 1919 ബഥനി സന്യാസ സമൂഹം ആരംഭിക്കുകയും ബഥനി സന്യാസ വൈദികര് ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് 4 ഭാഗങ്ങളിൽ 7 ബഥനി പള്ളികൾ ഉണ്ടാവുകയും ചെയ്തു. ഈ ബഥനി പള്ളികളിലെല്ലാം എല്ലാ ദിവസവും വിശുദ്ധ ബലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിതാവ് പറയുമായിരുന്നു, ഇത് ആരാധനാ വർഷമാണല്ലോ, പിതാവിന്റെ ഈ വിശുദ്ധ കുംഭസാര ഒരു പഠനം, വിശുദ്ധ കുർബാന ഒരു പഠനം തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടതാണ്. പിതാവ് പറയുകയാണ്, അന്നത്തെ അപ്പം ഞങ്ങൾക്ക് തരണമേ എന്ന് കർത്തൃ പ്രാർത്ഥനയിലൂടെ നമ്മൾ പറയുമ്പോൾ അത് വിശുദ്ധ കുർബാനയാകുന്ന അപ്പം ഞങ്ങൾക്ക് തരണമേ എന്നാണ്. വേദപുസ്തകം കരങ്ങളിലെടുത്തുകൊണ്ട്, കഴിഞ്ഞ വർഷം നമ്മുടെ വചനവർഷമായിരുന്നല്ലോ, വേദപുസ്തകം കരങ്ങളിലെടുത്തുകൊണ്ട് മറിവാനി തിരുമേനി പറയും, ഇത് സ്വർഗത്തിലുള്ള അപ്പൻ ഭൂമിയിലുള്ള സ്നേഹമുള്ള
നമ്മുടെ നല്ല മക്കൾക്ക് അയച്ചു തരുന്ന എഴുത്താണ് എന്ന്. അപ്പോൾ അന്ത്യോക്യൻ ആരാധനയുടെ വലിയൊരു വക്താവ്, നമുക്കറിയാം സാരാംശമായിട്ട് ഈ പരിശുദ്ധ താരയിൽ സംഭവിക്കുന്നുണ്ടല്ലോ. ഗോതമ്പപ്പം കർത്താവിന്റെ തിരുശരീരമായി മാറുന്നുണ്ടല്ലോ. ഈ വീഞ്ഞ് കർത്താവിന്റെ തിരു രക്തമായി രൂപാന്തരപ്പെടുന്നുണ്ടല്ലോ. ഈ പുണ്യപിതാവ് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചത് മൂന്നാമതൊരു സാരാംശമായിട്ട് കൂടി സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് മറ്റാരും കാണാതെ ദൈവജനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, സ്വച്ഛതയ്ക്ക് വേണ്ടി, രൂപതയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി അദ്ദേഹം ആരും കാണാതെ ചൊരിഞ്ഞിട്ടുള്ള കണ്ണുനീർ തുള്ളികളാണ്. അതാണ് താരപ്പടിയിൽ എത്ര വീണിട്ടുണ്ടെന്നുള്ളത് കണക്കില്ല. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ അത് മുഴുവനും കുപ്പിയിൽ ദൈവം ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ബാബാദേവി 10-ാം തീയതി തിരുനാട്ടിൽ ചെയ്ത ഒരു ഉജ്ജ്വലമായ പ്രഭാഷണമുണ്ടല്ലോ. ബഹുമാനപ്പെട്ട കെ ജി ജോയ്സ് അത് മുഴുവനും എഴുതിയെടുത്തുകൊണ്ട് നമ്മുടെ അച്ഛനയച്ചു കൊടുക്കുകയും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അത് ഇട്ടിട്ടുമുണ്ട്. വളരെ ശ്രേഷ്ഠമായ ഒരു പ്രസംഗം. അതിൽ പിതാവ് പറയുകയാണ്, ബാബാദേവി പറയുകയാണ്, വിശുദ്ധ കുർബാനയോട് ചേർത്തുകൊണ്ട് ഈ ജീവിതത്തെ ബന്ധപ്പെടുത്തി പറയുകയാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ. അങ്ങനെയാണല്ലോ കർത്താവ് പെസഹ ദിവസം പറഞ്ഞത്, ഇത് മാറിവാനിയുടെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ. ഇങ്ങനെ ഓർമ്മയ്ക്കായി ചെയ്താൽ എന്താണ് ഗുണം? ഈ കുർബാന അനുഗ്രഹവും ബലിയും സ്തോത്രവുമായി മാറുകയാണ്. ഇതുപോലെ മാറിവാനിയെ അനുസ്മരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇതിന് വലിയ സ്തോത്രബലിയായി, അനുഗ്രഹമായി സംഭവിക്കുന്നു എന്നുള്ളതാണ്. പിതാവ് കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു എന്നാണ്. പറയുവാൻ എന്തായാലും അവന്റെ നന്മ സുവിശേഷം പ്രസംഗിച്ചെന്നുള്ളതാണ്. യെശയ്യായുടെ ചുരുൾ നിവർത്തിക്കൊണ്ട് അവൻ പറയുകയാണ്, എന്നെ അയച്ചിരിക്കുന്നത് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനാണ്. അങ്ങനെയെങ്കിൽ മാറിവാനീസ് തിരുമേനിയാണ് മലങ്കരയില് ആദ്യമായി ഈ തിരുക്കൊച്ചി വിട്ട് ഭാരതമാനസാന്തരം എന്നുള്ള ഉദാത്തമായ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് സുവിശേഷത്തിന് വേണ്ടി തന്റെ പാദങ്ങളെ ചലിപ്പിച്ചത്. നാം ഏതോ ദിവസത്തിൽ വായിക്കുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം.